ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മളൊരു സ്പാർക്ക് പ്ലഗ് കറക്റ്റ് മാറ്റാത്തത് കൊണ്ട് വണ്ടിക്ക് വന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണഗതിയിൽ ഹെഡ് അയക്കേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല കേട്ടോ. സ്പാർക്ക് പ്ലഗ് പോയി കഴിഞ്ഞാൽ ഹെഡ് അയക്കേണ്ട ആവശ്യമൊന്നും വളരെ, എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് രണ്ടാമത്തെ വണ്ടിയാണ് ഹെഡ് അയക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ പ്ലഗ്ഗാണ് കുടുങ്ങിയിട്ടുള്ളത് കേട്ടോ. M10 M40 രണ്ട് പ്ലഗ് വരുന്നുണ്ടല്ലോ. അപ്പം ഇത് നമുക്ക് ഈ കുറച്ചുകൂടി ആക്സസിബിൾ കൂടുതലാണ്, പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു ഇതാണ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ വരിക. പക്ഷേ ഇത് സാധാരണ സ്പാർക്ക് പ്ലഗ് അയക്കാൻ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള, കുറച്ചൊരു നാരോ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. എന്നാലും പരമാവധി നമ്മൾ ശ്രമിച്ചിട്ട് ഒരു രീതിയിലും കിട്ടുന്നില്ല, അത് അയച്ചെടുത്തിലും കിട്ടില്ല. അവസാനം ഇൻഡസ്ട്രിയിൽ കൊടുത്തിട്ട് നമ്മളിത് അയച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ 15,000-20,000 കിലോമീറ്റർ കൂടുമ്പോൾ സ്പാർക്ക് പ്ലഗ് മാറ്റാറുണ്ട്. ആ മാറ്റാത്ത പ്ലഗ് മാക്സിമം ഈ ഒരു പ്ലഗ് മാത്രമേ നമ്മൾ അയച്ച് സർവീസ് ചെയ്യും, അല്ലെങ്കിൽ അത് അയച്ച് ക്ലീൻ ചെയ്യും. ഇത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. വളരെ കൂടുതൽ ആൾ ഈ ഒരു പ്ലഗ് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളിത് അയക്കുന്ന സമയത്ത്, എന്തെങ്കിലും വഴിയിൽ കൂടുക എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാണിച്ചിട്ട് ഇതൊന്ന് അയക്കാൻ നോക്കിയത് അപ്പോൾ അത് പൊട്ടിപ്പോരും. ഇത് കണ്ടോ, ഇത് ഒരു 50% ആദ്യം പൊട്ടി കിടക്കുകയാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാവുന്നത് ആ പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് പ്ലഗ് അയക്കാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പൊട്ടിങ്ങർ പോരും. പൊട്ടി പോകുന്നത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, പിന്നെ വണ്ടി ഒരു രീതിയിലും സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, വഴിയിലൊക്കെ കുടുങ്ങിയിട്ട് അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവുന്ന സമയത്ത് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നിന്ന് ആളുകളൊക്കെ വന്ന് ജസ്റ്റ് സ്പാർക്ക് പ്ലഗ് ഒന്ന് അയച്ചു നോക്കും. എന്തായാലും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ടോ ചെയ്യല്ല, വേറെ നിർവാഹം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഭാഗത്ത് ഏറ്റവും അധികം വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഹോളാണിത് കേട്ടോ. ഇതിൽ വെള്ളം ഒഴിഞ്ഞ് പോകാനുള്ള ഹോളാണിത്. അപ്പോൾ ഈ ഹോള് നിങ്ങൾ വണ്ടിയിലുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ആ മുകളിൽ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. പ്ലഗിൻ്റെ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്ക് ഇതിൽ വെള്ളം ഒഴിഞ്ഞ് പോകുന്നുണ്ടോന്ന്. അതില്ല എങ്കിൽ ഒരു ചെറിയൊരു കമ്പി എടുത്തിട്ട് ഇത് കുത്തി ഹോള് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ വെള്ളം നിൽക്കുന്ന സമയങ്ങളിലാണ് ഇത് തുരുമ്പ് പിടിച്ചതാണ്. നല്ല റെസ്റ്റ് പിടിച്ചാൽ ഇവിടെ വെള്ളം കിടന്നിട്ട് കുറച്ച് റെസ്റ്റ് ആവും. അപ്പോൾ മെയിൻ ഈ പ്ലഗിലാണ് വണ്ടി വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ പ്ലഗ് വീക്കാണെന്നെങ്കിലും വണ്ടി സ്റ്റാർട്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ അയച്ചുകൊണ്ടൊന്ന് ഹെഡും സിലിണ്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പ്ലഗിന് 320 രൂപയാണ് വരുന്നത് കേട്ടോ, സെറ്റിന്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പാർക്ക് പ്ലഗ് ട്വിൻ സ്പാർക്ക് വണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിർബന്ധമായി സ്പാർക്ക് പ്ലഗ് 15,000 കിലോമീറ്ററിൽ മാറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ മാറ്റാൻ കഴിയുന്നില്ല, 2 പ്ലഗ് ഒന്ന് അയച്ചിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് 2 പ്ലഗ് ഒന്ന് അയച്ചതിന് ശേഷം കറക്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യുക. എന്നാൽ അയക്കുന്ന സമയത്ത് ഏതെങ്കിലും വഴി കുടുങ്ങിയിട്ട് പൊട്ടാതെ നിൽക്കാനുള്ള സാധ്യത, വഴി കുടുങ്ങിയപ്പോൾ നിങ്ങൾ പെടാതിരിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടിയിട്ട് ടോ ചെയ്ത് കൊണ്ടുവരുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും രക്ഷ നേടാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി എടുത്തിട്ട് ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കണമെങ്കിലും അവസ്ഥ എന്ന് ഒരു ഫാമിലി, ഇപ്പോൾ വൈഫും മക്കളൊക്കെ ആയ സമയത്ത് ലോങ് പോകുന്ന സമയത്ത് സംഭവിക്കുന്ന ആലോചിച്ച് നോക്കിയാൽ, വിജനമായ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഒരിക്കലും മെക്കാനിക്കിന് അവൈലബിൾ ആയ സ്ഥലങ്ങളോ വെച്ച് പെട്ട് കഴിഞ്ഞാൽ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ. അതുകൊണ്ട് ഇതൊക്കെ നിസ്സാരമായൊരു സംഗതിയാണ്. സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ ഒരു 15,000 കിലോമീറ്റർ ഓടി മാറ്റി കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസിന് മാറ്റം വരും, മൈലേജിന് മാറ്റം വരും, എല്ലാം കൊണ്ടും നമുക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെറും 320 രൂപ മാത്രം മുടക്കി കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.